ഹലോ എവരിവൺ, മാച്ച് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബീഫ് നമ്മുടെ വീട്ടിലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ ബീഫ് മന്തിയൊക്കെ ഉണ്ടാക്കാം. അപ്പം ബീഫൊക്കെ മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഞാൻ ബീഫ് കുക്ക് ചെയ്യുന്നത് കുക്കറിലായതുകൊണ്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ പട്ട, ഗ്രാമ്പ്, കുരുമുളക്, ഏലക്ക, വഴനയില ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നമ്മളുടെ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ നമ്മളുടെ പെരുജീരകവും ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ചൂടായി അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈര്, പിന്നെ ബീഫിനും കൂടി ചേർത്തിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്, പിന്നെ മാജിക് ക്യൂബ്സ് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ നല്ല മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് എല്ലോട് കൂടിയ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ബീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബീഫിലേക്ക് ഈ മസാലക്കൂട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റോളം നമ്മളിതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ടേ കുക്കർ അടയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ചേർത്തു. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുവരെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കർ അടച്ചു വെച്ചു. പിന്നെ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട്. കുറച്ച് ഇതിനകത്ത് നമ്മൾ മാജിക് ക്യൂബ്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിടുക. വെള്ളം തിളച്ചപ്പോൾ അരി വേവിക്കാനിട്ടു, പിന്നെ കുറച്ച് പുതിനയില ഇട്ടു. അരി വേവിക്കുന്ന എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാതിരുന്ന വീഡിയോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ബീഫ് മന്തിയാണല്ലോ ഉണ്ടാക്കുന്നത്, നല്ല ഡ്രൈ ആണ് ബീഫ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് ആ ബീഫ് മാത്രം കോരി എടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വറ്റി വരുന്നതനുസരിച്ച് കുറേശ്ശെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടാണ് വറ്റിച്ചെടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ നിന്ന് ഞാൻ ബീഫൊക്കെ കോരി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇത് നല്ല നെയ്യുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റുന്നതനുസരിച്ച് ഒരല്പം വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി പെപ്പറും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് പെപ്പർ ചേർക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ആ ചോറ് വേവിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2 സൈഡിലേക്കും നമ്മൾ ബാക്കി കുക്കറിൽ വന്ന ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇളക്കൊന്നും വേണ്ട, 2 സൈഡിലേക്ക് ആ ഗ്രേവി ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം ബാക്കിയുള്ള ചോറ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ബിരിയാണി ചെയ്യുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുത്ത് പിന്നെ റൈസ് ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റെപ്പിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നു, അതിനകത്തേക്ക് ഗ്രേവി ഒഴിക്കുന്നു. പിന്നെ ഞാനൊരു ഇച്ചിരി കളർ ചേർക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ വെച്ചാൽ സാധാരണ മന്തിയിൽ അങ്ങനെ കളർ ഇടാറില്ല. അപ്പോൾ ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റെഡും കുറച്ച് യെല്ലോ കളറും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ കളർ ചേർത്തില്ലെങ്കിലും ഈ ചോറ് മിക്സ് ചെയ്യുന്ന സമയത്ത് കളർ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഗ്രേവി നമ്മൾ 2 സൈഡിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രേവി മിക്സായി വരുമ്പോൾ തന്നെ നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മൾ ഡ്രൈ ഫ്രൈ ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും മുകളിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിത് ദം ചെയ്യണ പോലെ കുറച്ച് ചാർക്കോൾ ഇട്ടിട്ട് അത് ദം ചെയ്യണം. എന്നാലാണ് ആ സ്മോക്കിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ കുഴിമന്തിയൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്ന സമയത്ത് ആ ഒരു സ്മോക്കിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചത് അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം അങ്ങനെ ലോ ഫ്ലെയിമിൽ വേവിച്ചു. അതിന് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്നപ്പോൾ അതേ സ്മോക്കിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആ ബീഫ് മന്തിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ വീട്ടിൽ ബീഫ് മന്തി ഉണ്ടാക്കുമ്പോൾ ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റുള്ള ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും